നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇങ്ങനൊരു അവസരത്തെ നൽകി. തുടർന്നുള്ള ഒരല്പസമയം ദൈവവചനത്തെ നമ്മൾ കേട്ട് നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. കർത്താവ് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ കർത്താവ് നമ്മളോട് സംസാരിച്ച ഒരു ദൈവശബ്ദമുണ്ട്. ഒന്ന് ചേർന്ന് പറയാമോ? ഹാർവെസ്റ്റ്. കർത്താവ് നമുക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞ കൊയ്ത്ത് എനിക്ക് വെച്ചിട്ടുണ്ട്. യഹൂദിയെ ദൈവം നിനക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ദൈവം നമുക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞ കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ പല മേഖലകളിലൂടെ നിങ്ങളുടെ മനസ്സിലെല്ലാം ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊയ്ത്ത് എവിടെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് കൊയ്യുന്നത്, ആ കൊയ്ത്തിനകത്ത് എന്തൊക്കെ തടസ്സങ്ങൾ വരാം, എന്തൊക്കെ നേട്ടങ്ങൾ വരാം, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ധ്യാനിച്ചു. ഞാൻ അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് വാക്കുകളൂടെ അതിനോട് ആഡ് ചെയ്ത് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മളതിനാധാരമായിട്ട് വായിച്ച വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 18-ഉം 19 ആയിരുന്നു. പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. നിങ്ങൾക്കൊരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. നിങ്ങൾ ഈ വാക്കിൻ്റെ ആഴത്തിലേക്ക് നിങ്ങൾ പോയായിരുന്നോ? നിങ്ങൾക്കതും പിടികിട്ടിയായിരുന്നോ? എന്തുകൊണ്ടാണ് പാമ്പിനെ ചവിട്ടേണ്ട ആവശ്യകത എന്താണെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമായിരിക്കുമോ? ആമേൻ. ഈ ഹാർവസ്റ്റിന് തടസ്സം പാമ്പാണ്. പ്രത്യേകിച്ച് ഞാൻ ഒറ്റ വാക്കി പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷേ എനിക്കൊന്ന് കഴിഞ്ഞ 10-14 ആഴ്ചകളിലായിട്ട് ഞാൻ ഇതേ സാധനം പല സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഒരു പൂർത്തീകരണം ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനൊരു അവസാനം ഒരു പൂർത്തീകരണം കൊണ്ടുവെക്കാൻ വേണ്ടി. എനിവേ, ഈ ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായവും 10-ാം അധ്യായവും നമ്മൾ നോക്കുമ്പോൾ സെയിമായിട്ട് തോന്നും. പക്ഷെ 9-ാം അധ്യായത്തിൽ ശരിക്കും പറഞ്ഞാൽ വിത്ത് വിതയ്ക്കുന്നു, വിതച്ച ഉപമയും വിതയ്ക്കുന്ന കാര്യമാണ്. 10-ാം അധ്യായത്തിനകത്ത് പറഞ്ഞത് വയൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയൽ വിളഞ്ഞിരിക്കുന്നു, കൊയ്യുന്ന കാര്യം. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇതായി പോകും. അപ്പം കൊയ്ത്തിനോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, പാമ്പിനെ ചവിട്ടിയാൽ മാത്രമേ ഒരു കൊയ്ത്ത് നടക്കത്തുള്ളൂ. ചേർന്ന് പറഞ്ഞ് പാമ്പിനെ ചവിട്ടിയാൽ മാത്രമേ കൊയ്ത്ത് നടക്കത്തുള്ളൂ. അപ്പോൾ എന്തായിരുന്നു പാമ്പിനെ ചവിട്ടണമെന്ന് പറയാൻ കാരണം? പാമ്പിനെ ചവിട്ടി അതിനെ തകർക്കണമെന്ന് പറയാൻ കാരണം എന്തായിരുന്നു? ഒരു ഹാർവസ്റ്റ് അതിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണമെന്നറിയാമോ? ആ ദേശത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ആ ശക്തിയെ ജയിക്കണം. ഞാനിത് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 126. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഈ ഭൂമിയുടെ അധികാരങ്ങൾ ആരെ ഏൽപ്പിച്ചെന്നറിയാമോ? മൂന്ന് നമ്മൾ നേരത്തെ ഇന്ത്യൻ ആർമിക്ക്, ഇന്ത്യൻ സൈന്യത്തിന് 3 ഡിവിഷൻ ഉള്ളതുപോലെ എയർഫോഴ്സ്, നേവി, ആർമി എന്ന് പറഞ്ഞതുപോലെ എയർഫോഴ്സ് എന്ന് പറയുന്നത് വായുസേന, നേവി എന്ന് പറയുന്നത് ജലത്തിലുള്ള സേന, നാവികസേന, ഈ ആർമി എന്ന് പറയുന്നത് കരയിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഉൽപ്പത്തി 1:26 3 മേഖല കാണാം. ദൈവം ആ 3 മേഖല എന്ത് ചെയ്തെന്നറിയാമോ? സമുദ്രത്തെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും അതിലുള്ള സകലത്തെയും വാഴാൻ, എന്താ വെച്ചാൽ സമുദ്രത്തെ വാഴാൻ ദൈവം ആരെ ഏൽപ്പിച്ചു? മത്സ്യങ്ങളെ ഏൽപ്പിച്ചു. 2, ആകാശത്തിലെ പർവ്വജാതി, ആകാശം ആർക്ക് കൊടുത്തു? പർവ്വജാതിക്ക് കൊടുത്തു. ഭൂമി ആർക്ക് കൊടുത്തെന്നറിയാമോ? എല്ലാ ഇഴജാതികളും അതിനകത്ത്. അപ്പം ഭൂമിയിൽ വാഴുന്നത് ആരാണ്? ഇഴജാതി. ആകാശത്ത് വാഴുന്നത് ആരാണ്? പർവ്വജാതി. ആമേൻ, സ്തോത്രം. വെള്ളത്തിൽ വാഴുന്നത് മത്സ്യം. അപ്പം നിങ്ങൾ നോക്കിയേ, വിതയ്ക്കുമ്പോൾ ആക്റ്റീവ് ആകുന്ന മേഖല വിതയ്ക്കുമ്പോൾ ഏതാണെന്നറിയാമോ? ആകാശത്തിൻ്റെ ശക്തി ആക്റ്റീവ് ആകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞു, ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പോയി, വഴികളിൽ വീണത് ആരെടുത്തോണ്ട് പോയി? പർവ്വജാതി. എന്ന് പറഞ്ഞാൽ ഈ പർവ്വജാതിയുടെ പ്രത്യേകത, പുള്ളിക്ക് അന്നേരം കിട്ടുന്നൊരു സാധനം മതി.
മണി വീട്ട് പർവ്വജാതി കൊണ്ടുപോകും. അപ്പം എഫക്റ്റ് വരുന്നത് വ്യതയാണ്. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ അതിനെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഈ ഒടുവിൽ വിതച്ചത് കിളിർത്ത് പൊങ്ങി വരുന്നത് എവിടെയാണെന്നറിയോ? ഭൂമിയിലാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ഈ കൊയ്ത്തിനെ നേരിടണമെങ്കിൽ ആരെ ജയിക്കണമെന്നറിയാമോ? ഈ ഇഴജാതിയെ ജയിക്കണം. നമ്മളതെല്ലാം വളരെ വിശുദ്ധമായിട്ട് നമ്മൾ സംസാരിച്ചതാണ്. ഇന്ന് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സന്ദേശം അതിനോട് ചേർന്ന് പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ആ വാക്യം ഒന്ന് വായിച്ചിരുന്നു. ആ വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചേ. അഗാധത്തിൻ്റെ താക്കോലും ഒരു ദൂതൻ ഇറങ്ങുന്നത് കണ്ടു. നിങ്ങൾ പറഞ്ഞേ, ഒരു ദൂതൻ്റെ കയ്യിൽ 2 കാര്യങ്ങളിരിക്കുന്നു. അത് നമ്മളിവിടെ പറഞ്ഞു തരുന്നല്ലേ. ദൂതൻ്റെ കയ്യിൽ എന്തിരിക്കുന്നു? 2 കാര്യങ്ങളിരിക്കുന്നു. ഒന്ന്, ഒരു ചങ്ങല ഇരിക്കുന്നു, അങ്ങനെയല്ലേ? അഗാധത്തിൻ്റെ താക്കോല് ഒരു കയ്യിലും, മറ്റൊന്ന് ഒരു വലിയ ചങ്ങലയും കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടു. എന്നിട്ട് പറയുന്നു, അവൻ എന്ത് ചെയ്യുന്നു? പിശാചും സാത്താനുമെന്ന പഴയ പാമ്പായ മഹാസർപ്പം. അപ്പം നമ്മൾ ഇത്രയും ദിവസം പഠിച്ച പാമ്പിനെ ചവിട്ടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ബൈബിൾ തന്നെ പറയുന്നു. പാമ്പെന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് ആരെയാണ്? പിശാചിനെയും സാത്താനെയും പിശാചിനെയും എന്നുള്ള പഴയ ആ സർപ്പത്തെയാണ് കാണിക്കുന്നത്. പഴയ പിശാചിനെയാണ് കാണിക്കുന്നത് പാമ്പായിട്ട്. അപ്പം കൊയ്ത്ത് സംഭവിക്കണമെങ്കിൽ, ഹാർവെസ്റ്റ് നടക്കണമെങ്കിൽ ആര് ലോക്കാകണം? പറഞ്ഞ് സാത്താൻ ലോക്കാകണം. ചേർന്ന് ഇന്ന് പകൽ ഒരു സന്ദേശം പറഞ്ഞ് എനിക്കറിയാം. ഇതിനകത്ത് നമുക്ക് ഉള്ളൊരു ദൂതുണ്ട്, നമുക്ക് ആരാധിക്കാനുള്ള വകയുണ്ട്. പക്ഷേ ഈ സന്ദേശം ഇതൊന്ന് കേട്ട് ഇതിനകത്തൂടെ ഒന്ന് കയറിപ്പോകുക. അപ്പം പൈശാചിക മണ്ഡലത്തെ ലോക്ക് ചെയ്യാനുള്ള അധികാരം ദൈവം ആരുടെ മേൽ ഈ നാളുകളിൽ തന്നിട്ടുണ്ടെന്നറിയാമോ? നമ്മുടെ മേൽ നിന്ന് മാത്രം പറഞ്ഞാൽ എനിക്കത് അത്ര പൂർണ്ണമാകത്തില്ല. ഒന്നുകൂടെ പറയാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിനകത്ത് യേശു കർത്താവ് ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിൽക്കുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 16-ാം അധ്യായത്തിനകത്ത് ചോദിക്കുന്നു, ഈ കാണുന്ന വലിയ സമൂഹം അവരെന്നെപ്പറ്റി ആരെന്ന് പറയുന്നു? ഉടനെ സ്തോത്രം, ശിഷ്യന്മാർ പറഞ്ഞു. ചിലവർ പറയുന്നു, എന്താ എഴുതിയിരിക്കുന്നത്? ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, മറ്റു ചിലവർ ഏലിയാവെന്ന് പറയുന്നു, മറ്റു ചിലവർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. യേശുവിനെ പറ്റി സമൂഹത്തിൻ്റെ അഭിപ്രായം ഇവരൊക്കെയാണ്. ഉടനെ യേശു ഒന്നും മറയാതെ 12 പേരിലേക്ക് ക്ലോസ് ടീമിനകത്തോട്ട് തിരിഞ്ഞിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പോട്ടെ, അവരെന്ത് പറയുന്നു എന്നുള്ളത് എൻ്റെ കാര്യമല്ല. എൻ്റെ കൂടെ നടന്ന്, എൻ്റെ കൂടെ ഇരുന്ന്, ഒന്നിച്ച് ഭക്ഷിച്ച്, ഒന്നിച്ച് ജീവിക്കുന്ന നിങ്ങൾ എന്നെപ്പറ്റി എന്തു പറയുന്നു? ഇന്ന് പകൽ ഇതൊരു ദൂതാണ്. ആര് എന്തു പറയുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിനോടൊപ്പം ഒന്നിച്ച് ജീവിക്കുന്ന നമ്മൾ എന്തു പറയുന്നു എന്നതാണ് സ്വർഗത്തിന് കേൾക്കണ്ടേ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ദൈവത്തിന് ഇന്നു രാത്രിയിൽ ഇന്നു പകലിലും ശ്രദ്ധിക്കുന്നത് എൻ്റെ വാക്ക് കേൾക്കാനാണ്. താങ്ക് യു ജീസസ്. നമ്മൾ ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധമുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും അലേർട്ടാണ്. വാക്യങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളൊക്കെ ഇതിനകത്തുള്ളത് കൊണ്ട് ഇങ്ങനെ ന്യൂസൊക്കെ ഇങ്ങനെ കേട്ടും അവരെന്ത് പറയുന്നു, ഇസ്രായേൽ എന്ത് പറയുന്നു, ഇറാൻ എന്ത് പറയുന്നു, അമേരിക്ക എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. പക്ഷേ എൻ്റെ ദൈവം ശ്രദ്ധിക്കുന്നത് ഇറാൻ എന്ത് പറയുന്നെന്നോ, അമേരിക്ക എന്ത് പറയുന്നെന്നോ, മനുഷ്യൻ എന്ത് പറയുന്നു എന്നുള്ളതല്ല. ദൈവം ശ്രദ്ധിക്കുന്നത് എൻ്റെ സ്വരൂപത്തിലും എൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഞാൻ സഭ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ ഇപ്പോഴും സ്വർഗത്തിൽ ഇപ്പോഴും ആശ്ചര്യത്തോടുകൂടെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പഠിപ്പിക്കുന്നത് ആരാന്നറിയാമോ? പിശാച് നിങ്ങളെ മിണ്ടാതിരുത്തിക്കും. കാരണം എന്നാണെന്നറിയാമോ? നിങ്ങൾ എന്തു പറയുന്നു എന്നുള്ളതാണ് അടുത്ത കാര്യത്തെ തിരിച്ചുവിടുന്നത്. ഹല്ലേലൂയ. ഇനി ഞാൻ അടുത്ത വാക്യോടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
15 വായിച്ച 16-15 അത്ര പോവാ സ്പീഡിൽ പോ. ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ശിമോൻ പത്രോസ് ഒരാൾ എഴുന്നേറ്റ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഞാൻ അതുമല്ല പറയാൻ വരുന്നത്. അടുത്ത വേട് പത്രോസ് യേശുവും തമ്മിലുള്ള കോൺവെർസേഷൻ, അതെനിക്കിന്ന് നിങ്ങളോട് സഭയോട് പറയണം. പത്രോസ് യേശുവും തമ്മിലുള്ള വാക്ക്. യേശു അവനോട്, ബറിയോനോ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത്. അപ്പം ദൈവം പറയുക, യേശു പറയാണ്, നിനക്ക് ചില വെളിപ്പാടുകൾ കിട്ടി. ആർക്ക്? ശിമോൻ പത്രോസിന് ചില വെളിപ്പാട് കിട്ടി. എന്നിട്ട് അടുത്ത വാക്ക് യേശു പറയാണ്, ഇത് മനുഷ്യനല്ല, ജഡരക്തമല്ല നിനക്ക് നൽകിയേ. എന്നിട്ട് പറഞ്ഞിട്ട് ആ വെളിപ്പാട് കിട്ടിയവനോട് പറയുന്ന വാക്കാണ് 18-ാമത്തെ വാക്യം. അടുത്ത വാക്ക് പറയുന്നു, നീ പത്രോസ് ആകുന്നു. 19-ാമത്തെ വാക്യം, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. നമ്മളിനി മെസ്സേജിനകത്തോട്ട് കയറുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കേട്ടുന്നതൊക്കെയും. ആമേൻ. ഇന്ന് സഭ ഇതെങ്ങനെ കേൾക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിശ്വാസത്തോടു കൂടെ പറയുന്നു, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, വെളിപ്പാടിനകത്ത് സഞ്ചരിക്കുന്നവനാണെങ്കിൽ, വെളിപ്പാടിൽ നടക്കുന്നവനാണെങ്കിൽ, നീ കെട്ടുന്നത് കെട്ടാൻ സ്വർഗത്തിലെ ദൈവം തയ്യാറാണ്. നീ അഴിക്കുന്നത് അഴിച്ചുവിടാൻ എൻ്റെ ദൈവം ശക്തനാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലതിനൊക്കെ കെട്ടാൻ പറ്റുമെങ്കിൽ കെട്ടിക്കോണോ, ചിലതിനോടൊക്കെ അഴിഞ്ഞു വിടാൻ പറ്റുമെങ്കിൽ നീ അഴിച്ചു വിട്ടോണോ. നമ്മൾ പറയുന്നത് ഹല്ലേലൂയ വെറുതെ സംഭവിക്കുമെന്ന് മാത്രം പറഞ്ഞു പോകരുത്. വെളിപ്പാടുള്ളവൻ പറഞ്ഞാൽ, കൊയ്ത്തിനെ പറ്റി വെളിപ്പാടുള്ളവൻ പറഞ്ഞാൽ, യേശുവിനെ പറ്റി ബോധ്യമുള്ളവൻ പറഞ്ഞാൽ, ക്രിസ്തുവിനെ പറ്റി ബോധ്യമുള്ളവൻ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. എനിക്കൊന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ എൻ്റെ ഓർമ്മയിൽ ആ വാക്യമില്ല. ദൈവസഭ കൂടുമ്പോൾ ദൂതന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? സഭയിലേക്ക് കുനിഞ്ഞു നോക്കുമെന്ന് എഴുതി. ഒന്ന് പറഞ്ഞ, ദൂതന്മാർ കൂടുമ്പം ദൈവസഭയിലേക്ക് എന്ത് ചെയ്യുന്നു? ദൂതന്മാർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൂതന്മാരുടെ വലിയ എണ്ണമറ്റ നമ്പറുകൾ ഇതിനകത്തുണ്ട്. എണ്ണമറ്റ നമ്പറുകൾ ഇതിനകത്ത് സഭയ്ക്കകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. അത് ഇൻക്രൈസ്റ്റ് സഭയ്ക്കകത്ത് തന്നെയല്ല, അത് എബനേസറിനകത്തുണ്ട്, അത് IPCക്കകത്തുണ്ട്, അത് എല്ലായിടത്തും ദൈവമക്കൾ കൂടുന്നിടത്തൊക്കെ ദൂതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇറങ്ങി നിൽപ്പുണ്ട്. അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ ചിലപ്പം വന്നിരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന പോലെ ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ദൂതന്മാരിങ്ങനെ നിൽക്കുക. ദൂതന്മാരെന്തിനാ വന്നിരിക്കുന്നേ? എന്തോ ആൻസേഴ്സ് പറഞ്ഞു. ദൂതന്മാർ വന്നത്, ദൂതന്മാരാരാ? എബ്രായ ലേഖനത്തിൽ പറയുന്നു, നമ്മൾ പറയുന്നത് കേട്ട് നമുക്ക് വേണ്ടി ചെയ്യാനുള്ള സേവകാത്മാക്കളെന്ന് എഴുതിയിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ആൻസിസ്റ്റേ, ദൂതൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സഭയ്ക്കകത്തേക്ക് ദൂതൻ കുനിഞ്ഞു നോക്കുമ്പോൾ ആൻസിസ്റ്റർ എന്തു പറയുന്നു അത് കേട്ട് പുറത്തുപോയി ചെയ്യാൻ ദൂതൻ ഇന്ന് തയ്യാറാ. ഇന്ന് പകൽ സഭ ഇത് മനസ്സിലാക്കണം. ഇതൊരു വെളിപ്പാടാണ്. ഇതൊരു വെളിപ്പാടാണ്. നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക. ദൂതൻ ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നിങ്ങൾ പറയുന്നതെല്ലാം, നിങ്ങൾ കൊടുക്കുന്ന കമാൻഡ് എല്ലാം ഇതെങ്ങനെ ഏറ്റെടുക്കും. ബേറിന് ഇപ്പോൾ ഒരു കമാൻഡ് ഇവിടെ പറയുക, ആ കമാൻഡ് എന്ത് ചെയ്യും? ദൂതനും കൊണ്ടുപോകും. കാരണം ദൈവസഭയ്ക്കകത്ത് ആര് ഇറങ്ങി നിൽപ്പുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ. പോരാ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനത്തെ പിടിച്ചേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ താഴോട്ടിനി നമ്മൾ ചിന്തിക്കത്തില്ല, ഇതിൻ്റെ താഴോട്ടിനി നമ്മൾ വിചാരിക്കത്തേ ഇല്ല. നമ്മൾ ഇതിൻ്റെ മേളോട്ട് പറക്കാനുള്ളവരാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വെളിപ്പാടുള്ളവൻ ഇവിടെ ഇരുന്നുകൊണ്ട് അഴിച്ചു വിട്ടാൽ ചിലത് അഴിയപ്പെടും. വെളിപ്പാടുള്ളവൻ ഇവിടെ ഇരുന്നുകൊണ്ട് കെട്ടിയാൽ ചിലത് കെട്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ചേർന്ന് വായ്കളെല്ലാം തുറന്ന് പറ, നീ ഇവിടെ പറഞ്ഞാൽ എങ്ങനെ കെട്ടും? നീ ഇവിടെ പറഞ്ഞാൽ ഇന്ത്യയിൽ എങ്ങനെ നടക്കും? നീ ഇവിടെ പറഞ്ഞാൽ അധികാരികൾ എങ്ങനെ ചെയ്യും? ഞാൻ പറയുന്നു, നിനക്ക് ശക്തിയില്ല, പക്ഷെ നിന്റെ സേവകാത്മാക്കളായ ദൂതന്മാർക്ക് അവിടെ ചെല്ലാൻ പറ്റും. നിന്റെ ദൈവത്തിന് അവിടെ ഇറങ്ങാൻ പറ്റും. നീ പോലും അറിയാതെ. ഇന്ന് പകൽക്കാലം ദൂതന്മാർ ഇതിനകത്ത് ആക്ടിവേറ്റ് ആകുന്നു. ഹാർവസ്റ്റിന്റെ ഹെൽപ്പിന് വേണ്ടി, കൊയ്ത്തിന്റെ ഹെൽപ്പിന് വേണ്ടി ദൂതന്മാർ ഇതിനകത്ത് സജീവമാകുന്നു.
ചില മിനിറ്റുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്യഭാഷകളിലൊന്ന് പ്രാർത്ഥിച്ച് ദൂതന്മാർ ഇതിനകത്ത് ആക്ടിവേറ്റ്. നിങ്ങളത് മറന്നു പോകരുത്. ഓ, ഇത് വെറുതെയുള്ളൊരു കൂട്ടായ്മയല്ല, ഇത് വെറുതെയുള്ളൊരു കാര്യമല്ല. ദൂതന്മാരുടെ സജീവ സാന്നിധ്യത്തെ തിരിച്ചറിയുക. അപ്പം ബ്രദർസ്, ഇതിനകത്ത് എന്ത് സംഭവിക്കണമെന്നറിയോ? നമ്മുടെ ആരാധനയിൽ നമുക്ക് ചെയ്യേണ്ടത്, ഇതൊരു കീ ആയിട്ട് ഞാൻ പറയാം. സ്തോത്രം ലിറ്റി സിസ്റ്റർ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കമാൻഡ് കൊടുക്കുക, നമ്മൾ പ്രസ്താവിക്കുക. ഈ പ്രസ്താവിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റർ അല്ല ചെയ്യാൻ പോണേ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളല്ല ചെയ്യാൻ പോണേ. ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഞാനിങ്ങനെ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു ദൈവദാസൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഞാനിങ്ങനെ കടമെടുത്ത് പറയാം. ദൂതന്മാർ സഭയിൽ ഇറങ്ങി വരും. ഇപ്പോൾ ഈ നമ്മുടെ നടുവിൽ ദൂതന്മാരുണ്ട്. 1:30 നമ്മൾ ആശീർവാദം കഴിയുമ്പം ദൂതന്മാർ സ്റ്റെപ്പ് ഇറങ്ങി പോവും. ഇന്നും പണിയൊന്നുമില്ലായിരുന്നു. ദൂതന്മാർ ഇറങ്ങി പോകുമ്പോൾ അവർ തമ്മിൽ പറഞ്ഞോണ്ട് പോവാണ്. ഇന്നും ചിലർ പറയത്തില്ല, ഇന്ന് വലിയ ഓർഡറൊന്നും കിട്ടിയില്ല. കാരണം നമ്മളിവിടെ വന്നിരിക്കും, നമ്മളെ കൊണ്ട് പിശാച് എന്ത് ചെയ്യിക്കത്തില്ലെന്നറിയോ? മിണ്ടിക്കത്തില്ല, നമ്മൾ കമാൻഡ് ചെയ്യത്തില്ല. ബ്രസീലിയ സിസ്റ്ററെ, നിങ്ങൾ ചർച്ചിനകത്ത് വന്നിരുന്നെന്നും പറഞ്ഞ്, ജോബി നീ ചർച്ചിനകത്ത് വന്നിരുന്നെന്നും പറഞ്ഞ് അനുഗ്രഹിക്കപ്പെടത്തില്ല. ചർച്ചിൻ്റെ ഒരു ബ്ലെസ്സിങ് നിൻ്റെ മേൽ വീഴും. പക്ഷെ ചിലതൊക്കെ ആക്ടിവേറ്റ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം സിസ്റ്ററെ? നമ്മൾ പറഞ്ഞു തുടങ്ങണം. ഷെഫി, അത് പറഞ്ഞു തുടങ്ങണം കുഞ്ഞെ, അത് പറഞ്ഞു തുടങ്ങണം സിസ്റ്ററെ. നമ്മൾ വാ കൊണ്ട് പറയണം, നമ്മൾ വാ കൊണ്ട് പറയുക, പറഞ്ഞ് അതിനെ സ്വീകരിക്കുക. എമ്മയങ്ങളുടെ മോൻ പറഞ്ഞൊരു വാക്കുണ്ട്, പ്രാർത്ഥിച്ച് നേടിയതിനെ പറഞ്ഞ് കളയരുത്. നമ്മൾ ആവശ്യമില്ലാതെ പറഞ്ഞ് നമ്മുടെ വാഗ്ദത്തങ്ങളെ നമ്മൾ ഇല്ലാതാക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്നു പകൽ നിന്നോടുള്ള വാഗ്ദത്തങ്ങളൊക്കെ നീ സ്വീകരിക്കാൻ പറ്റുന്നെങ്കിൽ ആ വായ്കളെല്ലാം തുറന്നു പറഞ്ഞ്, എന്നോടുള്ള സകല വാഗ്ദത്തങ്ങളെയും ഞാൻ സ്വീകരിക്കും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദൈവത്തിന് നിൻ്റെ പദ്ധതികളൊന്നും ദൈവത്തിന് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. നിൻ്റെ പദ്ധതികളൊന്നും ദൈവത്തിന് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ആരോ ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം, ഈ ഭൂമിയിൽ ഏറ്റവും പ്രയോജനമില്ലാത്ത ഒരു മൃഗമാണ് കഴുത, അല്ലേ? കഴുതെന്ന് പറയുന്നത് ഏറ്റവും പ്രയോജനമില്ലാത്ത വേസ്റ്റാണെന്നാണ് പറയുന്നത്. മൃഗങ്ങളിൽ ഏറ്റവും വേസ്റ്റാണ്, പ്രയോജനമില്ലാത്തതാണ് കഴുത. ആർക്കും വേണ്ട, ഒന്നിനും കൊള്ളത്തില്ല, ഒന്നിനും വേണ്ട. സ്തോത്രം, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, സമയമാകുമ്പോൾ ദൈവം എന്നെ ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞേ. എന്നെ ദൈവം ഉപയോഗിക്കും. അതിൻ്റെ സമയം ഇപ്പം വന്നിരിക്കുക. കഴിഞ്ഞ 10 വർഷം ബിയൂലയുടെ മഹത്വത്തെ ആർക്കും അറിയത്തില്ല. പക്ഷേ ഈ 2026 ബിയൂല ആരാണെന്ന് ദേശത്ത് ദൈവം വെളിപ്പെടുത്തും. കഴിഞ്ഞ 20 വർഷമായിട്ട് സബതി ചേച്ചിയെ ബിനോയിയുടെ ഭാര്യയാണെന്നോ അല്ലെങ്കിൽ ഇന്നയാളാണെന്നോ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ദൈവത്തിൽ നീ ആരാന്ന്, ക്രിസ്തുവിൽ നിന്നെ ഒളിപ്പിച്ചു വെച്ചത് നീ ആരാണെന്ന് ഈ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തും. ഓ, ഇന്ന് പകൽ ഞാൻ അത് അങ്ങനെ തന്നെ പ്രസ്താവിക്കുന്നു. ബ്ലസ്ഡ് സിസ്റ്റർ, നീ 15 വർഷം ആരായിരുന്നെന്നോ എന്തായിരുന്നെന്നോ അറിയത്തില്ല. പക്ഷെ ക്രിസ്തുവിൽ ദൈവം നിന്നെ ഒളിപ്പിച്ചു വെച്ചത്, നിന്നെ തുറന്നു വിട്ടിട്ട് നീ ക്രിസ്തുവിൽ ആരാണെന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുത്തുമെന്ന്. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന സമയമാണ്. നിന്നെ കൊണ്ട് പ്രയോജനമില്ലെന്ന് പറയുന്ന സകലത്തിൻ്റെയും മുമ്പിൽ ദൈവം നിന്നെ വെളിപ്പെടുത്തും. ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആർക്കും വേണ്ടാതെ കെട്ടിയിട്ടിരിക്കുന്ന കഴുത, ഒരു ഉദാഹരണം പറയാം. ആർക്കും വേണ്ടാതെ കെട്ടിയിട്ടിരിക്കുന്ന കഴുത അവിടെ വീണ് ചത്തു. ആർക്കും പ്രയോജനമില്ല. വന്നവരെല്ലാം മൂക്ക് പൊത്തിക്കൊണ്ട് പോയി, ആർക്കും പ്രയോജനമില്ല. ആഴ്ചകൾ കഴിഞ്ഞപ്പം ആ മാംസമൊക്കെ അഴിഞ്ഞ് അതങ്ങനെ പോയി. ആർക്കും പ്രയോജനമില്ല. ആഴ്ചകൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് അസ്ഥികളൊക്കെ വേർപിടിയാൻ തുടങ്ങി. ആ കാലത്ത് ശിംശോൻ ഇറങ്ങി. ജീവൻ ഉണ്ടായിരുന്നപ്പം വേണ്ടായിരുന്നു, മാംസം ആർക്കും വേണ്ടായിരുന്നു, ഇതൊന്നും വേണ്ട. ശിംശോൻ എന്തു മതിയായിരുന്നു അറിയാമോ? സാമേ, ഈ കഴുതയുടെ ഒരു താടിയല് മതിയായിരുന്നു. കുന്ന് 2 പറഞ്ഞു കൂട്ടിയെടുക്കാൻ. ഞാൻ പറയുന്നു, മനുഷ്യനല്ല നിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നേ, ലോകമല്ല നിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നേ. നീ തീർന്നെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ എനിക്കറിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ഈ വചനം എടുത്തുകൊണ്ട് ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, നിന്റെ സമയം കഴിഞ്ഞിട്ടില്ല. കുന്ന് 2 പറഞ്ഞ് അയർലൻഡിൽ ആത്മാക്കളെ വെട്ടിക്കൂട്ടാൻ
ആത്മാക്കളെ കൊയ്തെടുക്കാനുള്ള കൃപ. കറ്റയുടെ കൂട്ടങ്ങൾ ഇതിനകത്ത് ഇറങ്ങി നിൽക്കട്ടെ. കറ്റയുടെ കൂട്ടങ്ങൾ സ്വപ്നത്തിൽ കണ്ടത് നിന്റെ ചെവിയിൽ കേട്ടതൊക്കെ നടക്കട്ടെ. ഒരാമേൻ പറഞ്ഞ സഭ ഒന്നിച്ച് രാമേൻ പറഞ്ഞേ. വാ തുറന്ന രാമേൻ പറഞ്ഞേ. എല്ലാവരോടെ ചേർന്ന രാമേൻ പറഞ്ഞേ. കുഞ്ഞുങ്ങളൊക്കെ ചേർന്ന രാമേൻ പറഞ്ഞേ. നിങ്ങളുടെ വാക്കിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. അപ്പം ഞാൻ ഈ കാര്യത്തിനകത്തേക്ക് വരാം. ഹാർവസ്റ്റിനകത്ത് ഒരു കാര്യം നടക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ വെളിപ്പാട് നിൽക്കുന്നവനെ കൊണ്ട് ദൈവം ഈ കാര്യം ചെയ്യിക്കുന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ വീട് വാങ്ങുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രം മതിയെന്ന് പറഞ്ഞു നിന്നാൽ നിങ്ങൾക്ക് ഇത്രയും വലിയ വീടിൻ്റെ ഒന്നും കാര്യമില്ല. ഞാൻ നാട്ടിൽ പറയുന്ന പോലെ ഞാൻ ഇനിയുള്ള സഭയോട് ഞാൻ പറയുന്നു, ഇനി ആരെങ്കിലുമൊക്കെ വീട് വാങ്ങുന്നെങ്കിൽ ഒരു നല്ല പ്രെയർ മീറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റിയ വീട് വേണം നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങാൻ. ഒത്തുപോലുള്ള വീട് വാങ്ങരുത്. ഹലോ, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യണം. 2 പേര് വന്നാൽ അതിനകത്ത് നിന്നെ ഹോസ്റ്റ് ചെയ്യത്തക്ക, ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, ലോക രാജ്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷക്തന്മാര് എൻ്റെ വീട്ടിനകത്ത് ഞാൻ ഹോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന് ആമേൻ പറയാൻ പറ്റുന്ന ആരൊക്കെയുണ്ട് ഇതിനകത്ത്? എൻ്റെ പൊന്നു പാസ്റ്ററേ, ഭർത്താവിനും പിള്ളേർക്കും തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ആ മൈൻഡ് സെറ്റൊക്കെ ആമേൻ ഈ ഹാർവസ്റ്റിനകത്തൊന്ന് പാറ്. ആമേൻ. ഹാർവസ്റ്റ് എന്ന് പറയുന്നത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ആഘോഷമാണ്. ഇത് ഫെസ്റ്റിവലിൻ്റെ സീസണാണ്. ഇത് ഫെസ്റ്റിവലിൻ്റെ സീസണാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങാം. അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യാം. ഈ റോമാലേഖനം 8-ാമത്തെ അധ്യായം പ്ലീസ്, 15-ാമത്തെ വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന, ഞാൻ മകനാണെന്ന് പറയാൻ ബോധ്യമുള്ള എത്ര പേരുണ്ട്? പുത്രനാണെന്ന് പറയാൻ ഇപ്പോഴും ഇല്ല. ഞാൻ പുത്രനാണ്, ഞാൻ ദൈവപുത്രനാണെന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ ചിന്തകൾ മാറും. ഈ ഒരു വെളിപ്പാട് അകത്ത് കയറിയാൽ നിങ്ങളുടെ വിചാരങ്ങൾ മാറും. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നു, ആത്മാവിനെ അത്രേ പ്രാപിച്ചത്, ദൈവത്തിൻ്റെ മക്കളെന്ന്. ഇത് അകത്ത് നടക്കേണ്ട സംഭവമാണ്. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടി ഇങ്ങനെ എപ്പോഴും കോൺവെർസേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് ആത്മാവ് താൻ നമ്മുടെ ആത്മാവോട് എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറയുന്നു. 17-ാമത്തെ വാക്യം. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. എങ്ങനെ? ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശിയും തന്നെ. ഒന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അവകാശി, ക്രിസ്തുവിന്, ഒന്നുകൂടെ ആ വാക്ക് പറഞ്ഞ, ദൈവത്തിൻ്റെ അവകാശി, ക്രിസ്തുവിന് കൂട്ടവകാശി. ഒന്നുകൂടെ പറഞ്ഞ, ദൈവത്തിൻ്റെ അവകാശി. ദൈവത്തിൻ്റെ അവകാശിയാണെന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ അവകാശി. ഇതൊരു വലിയ കാര്യമാണ്. ഇതൊരു ഭയങ്കര രഹസ്യമാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആമേൻ. ദൈവത്തിൻ്റെ അവകാശി. ക്രിസ്തുവിൽ ഞാൻ ആരാണ്? അപ്പൊ ക്രിസ്തുവിൽ ഞാൻ കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ഹാർവസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകേണ്ട ഏറ്റവും വലിയ ബോധ്യം എന്നാണെന്നറിയാമോ? ഞാൻ ആരാണെന്നറിയാമോ? മകനാണ്. ഞാൻ മകനാണ് എന്ന് പറഞ്ഞ് ഞാൻ മകനാണ്. പുത്രത്വം എനിക്കുണ്ട്. പുത്രത്വം എനിക്കുണ്ട്. ലിറ്ററേച്ചർ നമ്മൾ പുത്രിയും പുത്രന്മാരുമാണ്. നമ്മൾ പുത്രന്മാരും പുത്രിമാരുമാണ്.
അതുകൊണ്ട് തന്നെ പിശാച് നമ്മുടെ അകത്ത് വരും. നീ മകനല്ല, നീ മകളല്ല. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ കരയിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പറയത്തില്ലായിരുന്നോ? എന്താ ബിസവ് ചേച്ചി പറഞ്ഞേ? തവിട് കൊടുത്ത് മേടിച്ചെന്നോ? നിന്നെ ദത്തെടുത്താന്നൊക്കെ പറയല്ലേ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു, ഞാൻ ദൈവം എന്നെ വാങ്ങിച്ചത് തവിട് കൊടുത്തൊന്നുമല്ല. എങ്ങനെയാണ് വാങ്ങിച്ചേ? ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങിയത് എങ്ങനെയാണ് സിസ്റ്ററെ? കർത്താവായ യേശു സ്വന്തം മകനെ അങ്ങോട്ട് വിട്ടിട്ട് അവൻ്റെ രക്തം ഇങ്ങോട്ട് തന്നിട്ട് അവൻ എന്ത് ചെയ്തു? എന്നെ അങ്ങ് വാങ്ങി. ഞാൻ ദൈവത്തിൻ്റെ അവകാശിയാന്ന് പറഞ്ഞേ. ക്രിസ്തുവിൽ ഞാൻ ആരാണ്? യേശുക്രിസ്തു നമ്മുടെ രക്ഷകനാണ്. അന്നേരം തന്നെ കുറേയും കൂടെ ഇൻറ്റിമസി ഞാൻ പറയാം. യേശുക്രിസ്തു നമ്മുടെ ആ ഒരു വെളിപ്പാട് അങ്ങേർക്ക് മാത്രം കയറിയിട്ടുള്ളൂ. യേശുക്രിസ്തു എൻ്റെ ആരാണ്? മൂത്ത സഹോദരൻ്റെ പേര് പറയാമോ? ആണോ? സ്റ്റെഫി ചില ബ്യൂല് പറയുന്നത് എനിക്ക് സഹോദരന്മാരില്ലെന്ന്. മൂത്ത സഹോദരനുണ്ട് ഒരാൾ. സ്റ്റെഫി ആരാ എൻ്റെ മൂത്ത ബ്രദർ? ആരാ? ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ഇതിപ്പോൾ മൊത്തം വിൻസെൻ്റ് ബ്രദറിന് സംശയമുണ്ടോ? വിൻസെൻ്റ് ബ്രദറിൻ്റെ മൂത്ത ബ്രദർ ആരാന്നറിയോ? കർത്താവാ. സിസ്റ്ററെ ബ്രദറൊന്നും ഇല്ലെന്ന് സങ്കടപ്പെടരുത്. ബ്രദറുണ്ടോ? ഉണ്ടല്ലേ. ബ്രദർമാരില്ലാത്ത ആരാ ഇവിടെ ഭൂമിയിൽ? മൂത്ത ബ്രദർ ഒരാളുണ്ട്. കർത്താവായ യേശുവാ. അതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങൾ പിതാവിൽ നിങ്ങൾ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികൾ. ഞാൻ എപ്പോഴും പറയുന്നു, ഈ ആമി ഉണ്ടായി ഇവർക്ക്, ഈ 2 പേർക്ക് ആമി ജനിച്ചു. മൂത്ത മോള് ജനിച്ചു കഴിഞ്ഞപ്പം അവർക്കുള്ള എല്ലാത്തിൻ്റെ അവകാശി ആരായിരുന്നറിയോ? എല്ലാത്തിൻ്റെ അവകാശി ആമിയായിരുന്നു. അന്നേരമാണ് ആമിക്ക് ശേഷം ജോസു ജനിക്കുന്നത്. അന്നേരവും ആമി പറയുന്നത് നീ വീട്ടിലുള്ളതല്ല, ഇത് മുഴുവൻ എൻ്റെയാണെന്ന് പറയാൻ പറ്റുമോ? അന്നേരം ഇവർക്ക് 2 പേർക്ക് ഈക്വൽ ഷെയറായി. 2 പേരും കൂടി ഈക്വൽ ഷെയറിന് വേണ്ടി ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോഴാണ് അടുത്തയാളോ വന്നത്, മൂന്നാമതൊരാളും കൂടെ. ഇപ്പം 3 പേർക്കും കൂടി എന്താ? ആദ്യം പുത്രന്, ആദ്യത്തെ ജാതിന് മാത്രമേ ഷെയർ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ജാതനായിരുന്നു എല്ലാം, മൊത്തം അവകാശി അവനായിരുന്നു, ആമിയായിരുന്നു. അന്നേരമാണ് കൂട്ടവകാശി കയറി വന്നു. അന്നേരമാണ് അടുത്ത ആൾ കയറി വന്നേ. ഇനിയും വരുന്നതിനനുസരിച്ച് ഇവരുടെ അവകാശങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞേ. ദൈവത്തിൻ്റെ ഏക അവകാശി ആരായിരുന്നു? യേശു കർത്താവായിരുന്നു. അന്നേരമാണ് യേശു കർത്താവ് തൻ്റെ ചോര കൊണ്ട് മാനവജാതിയെ നേടിക്കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനകത്ത് യേശുവിനോടൊപ്പം ഞാൻ ആരായി മാറിയെന്നറിയാമോ? കൂട്ടവകാശിച്ച്. ഇത് സിമ്പിള് കാര്യമാണ്. കൂട്ടവകാശിയായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് രാമൻ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ പുത്രത്വം എന്നുള്ള വിഷയത്തിലേക്ക് ഒന്ന് കയറാൻ പോവുക. ആമേൻ. കാരണം ഹാർവസ്റ്റ് മക്കൾക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. കൊയ്ത്ത് ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കത് സ്വീകരിപ്പാൻ ഇന്ന് രാത്രി, ഈ പകൽക്കാലം ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പലപ്പോഴും ഈ ബോധ്യം നമ്മുടെ അകത്തില്ല. ആമേൻ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, എൻ്റെ അപ്പൻ റിച്ചാന്ന് പറഞ്ഞേ. ആമേ. 1 ലക്ഷത്തിൻ്റെ വണ്ടിയല്ല 2 ലക്ഷത്തിൻ്റെ വണ്ടി എടുക്കും. കാരണം എൻ്റെ അപ്പൻ ആരാണ്? ഒന്ന് പറഞ്ഞേ, ഒന്ന് പറയുന്നേ. നിങ്ങളെല്ലാവരും പറഞ്ഞില്ല. റിച്ചാന്ന് പറയാൻ പറ്റുന്ന ആരാ ഉള്ളത്? ടൈത്ത് മുടക്കാൻ പറ്റാതെ വരും അന്നേരം. റിച്ചാന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റാതെ. കാരണം എൻ്റെ അപ്പൻ്റെ എല്ലാം ഉണ്ട്, ഞാൻ റിച്ചാണ്. ചേർന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് പ്രഖ്യാപിക്കേ. എനിക്ക് അവകാശം കിട്ടിയിട്ടുണ്ട്. ഞാൻ റിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ റേസം ഭാഷ പറഞ്ഞൊരു വാക്കുണ്ട്. ഞാനത് തുടർന്ന് ഞാൻ പറയും. ഈ 2 തരം അധികാരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. 2 തരം അധികാരങ്ങൾ.
രണ്ട് തരം മക്കൾ. ഒന്ന് ആദാമിൻ്റെ സന്തതി, രണ്ട് യേശു ക്രിസ്തുവിൻ്റെ സന്തതി എന്ന് പറഞ്ഞ്. ആദാമിൻ്റെ മക്കൾ 15-ാമത്തെ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിനകത്ത് പറയുന്നു, ഒടുക്കത്തെ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന ആരാണ്? ഒടുക്കത്തെ ആദാം എന്ന് പറഞ്ഞ്. ഒടുക്കത്തെ ആദാം, ഒടുക്കത്തെ ആദാം അല്ലേ? അപ്പം ഈ പുത്രത്വത്തിനകത്തൂടെ നമുക്ക് ലഭിച്ചത് ആദാമിൻ്റെ വംശപാരമ്പര്യത്തിനകത്തുനിന്ന് ദൈവം നമ്മളെ എങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യത്തിനകത്തോട്ട് മാറ്റി. ആമേൻ, ആമേൻ. ഈ വിവാഹം കഴിഞ്ഞ സഹോദരിമാരൊക്കെ ഞാനെപ്പോഴും പറയും, ഈ നിൻ്റെ വീട്ടുകാരനാ? ഇങ്ങേറെ വീട്ടുകാരോ? ചക്കാലത്തിൽ ഈ പാറപ്പറമ്പിൽ കഴിഞ്ഞ 10-30 വർഷമായിട്ട് വളർന്ന ഒരു വൃക്ഷത്തയ്യെ വേരോടെ പറിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ? ആ 9-ാം തീയതി ആ ചക്കാലപ്പറമ്പിലെ മണ്ണിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? നടുക. ഇനി ഇവള് പാറപ്പറമ്പാന്ന് പറഞ്ഞു എന്നാൽ പാറപ്പുറത്തോട്ട് ഉരക്കത്തേ ഉള്ളൂ. അവളുടെ അഡ്രസ്സേ മാറി. അങ്ങനെയല്ലേ? അഡ്രസ്സേ ചേഞ്ച് ചെയ്തു. ആ, ഇനി പാറപ്പറമ്പെന്ന് വരുന്ന എപ്പോഴാണെന്നറിയാം? ഞാൻ പറയുന്നില്ല. ഇനി പാറപ്പറമ്പ് വരുന്ന എപ്പോഴാ? ഈ ഭൂമിയിലെ വാസം എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം മനോരമയ്ക്കകത്തൊരു പേജിനകത്ത് വരും, ഇന്ന കുടുംബത്തിലെ ആളായിരുന്നു. അത് അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നിന്നെ ബ്യൂലേഷ് എന്ത് ചെയ്തു? നിൻ്റെ വീട്ടുകാരനായിരുന്നു. ഉണ്ണേച്ച് പറമ്പിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വാങ്ങമറ്റത്തിലോട്ട് കയറ്റി. ആ, ഇനിയിപ്പം വാങ്ങമറ്റത്തെ ജോബിയുടെ ഭാര്യ എന്ന് അറിയപ്പെടുന്നേ. ഇനിയിപ്പോൾ അന്ന് പറയും ഉണ്ണേച്ച് പറമ്പൻ കുടുംബാംഗം ആയിരുന്നു. പാസ്റ്റ് ടെൻസാ, കഴിഞ്ഞു. ആദാമ്യ പാപ പരിഹാരം ആദാമിൻ്റെ കയ്യിൽ നിന്നും ദൈവം വിടുവിച്ച്, അവൻ്റെ സകല അധികാരത്തിനകത്തുനിന്നും വിടുവിച്ച് പുത്രത്വത്തിൻ്റെ അകത്തേക്ക് ദൈവം നമ്മളെ മാറ്റി തീർത്തു. ആ പുത്രന് വേണ്ടിയുള്ളതാണ് ആമേൻ ഈ കൊയ്ത്തെന്ന് പറയുന്നത്. ഞാനൊന്നും കൂടെ ആവർത്തിക്കാം. ആദാമിൻ്റെ അകത്ത് എന്നാക്കേ കടന്നിരുന്നേ? പറഞ്ഞ ആദാമിൻ്റെ അകത്ത് എന്നാക്കേ കടന്നിരുന്നേ? ഭയം. ആദ്യത്തെ ആദാമിൻ്റെ അകത്ത് കടന്നിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആദാമിനകത്ത് കടന്നിരുന്ന കാര്യങ്ങൾ. ഒന്നാം ആദാമത്തിനകത്ത് ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ്. ഭൂമിയിലെ മനുഷ്യവംശത്തിൻ്റെ എല്ലാം തലവനാണ്. അവൻ്റെ പ്രധാന വിശേഷതകൾ: മണ്ണിൽ നിന്നും ജനിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ സ്വരൂപത്താൽ ഉളവാക്കി. ഞാൻ കുറേ നോട്ട് എഴുതി വെച്ചു. പാപത്തിലേക്ക് വീണുപോയവനാ, മരണത്തിലേക്ക് എന്ത് ചെയ്തു? അവനെ കൊണ്ടുപോയി. എന്നാൽ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ആമേൻ. അവൻ മണ്ണിൽ നിന്നുള്ളവനല്ല, പറഞ്ഞ സ്വർഗത്തിൽ നിന്നും ഉള്ളവനാണ്. അവൻ പാപം ചെയ്തവനല്ല, പാപം ഇല്ലാത്തവനാണ്. അവൻ മരണം കൊണ്ടുവന്നവനല്ല, അവൻ മരണത്തിന് പകരം ജീവൻ കൊണ്ടുവന്നവനാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇന്ന് പകൽ ഈ ഒരു ബോധ്യം ദൈവസഭയ്ക്കകത്തിരിക്കുന്ന നമ്മൾ പോലും അറിയാതെ യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ, അവൻ്റെ റൈറ്റസ്നെസ്സിനാൽ, അവൻ്റെ നീതീകരണത്താൽ ഞാൻ നീതിമാനായി. ചേർന്ന് ഇതിനകത്ത് നീതിമാന്മാർ ആരൊക്കെയുണ്ട്? ഒന്ന് കരങ്ങളൊന്ന് ഉയർത്തിക്കേ. എങ്ങനെയാ നീ നീതിമാനായേ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നീ പാപിയായിരുന്നു. എങ്ങനെയാ നീ പാപിയായേ? പാപം ചെയ്തത് കൊണ്ടല്ല. ആദാമിലൂടെ ഉള്ള പാപം അതെൻ്റെ മേൽ വീണ് കിടക്കുകയായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആദാമിലെ പാപം മുഴുവൻ എൻ്റെ മേൽ കിടക്കുകയായിരുന്നു. നീ പാപം ചെയ്തത് കൊണ്ടല്ല പാപിയായേ. അതുപോലെ തന്നെ ഞാൻ നീതി ചെയ്തത് കൊണ്ടല്ല ഞാൻ നീതീകരണം പ്രാപിച്ചേ. ആരിലൂടെ നീതീകരണം പ്രാപിച്ചു? യേശു ക്രിസ്തുവിലൂടെ ഞാൻ നീതീകരണം പ്രാപിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വാക്കൊന്ന് ആവർത്തിച്ച് പറഞ്ഞ്, ലോകത്തിനോ പാപത്തിൻ്റെ യാതൊരു ശക്തിക്കോ എൻ്റെ മേൽ അവകാശമില്ല, കർത്തൃത്വമില്ല. ഞാൻ ആരാണെന്നറിയാമോ? ദൈവത്തിൻ്റെ മകനാണ്. യേശു ക്രിസ്തുവിൽ കൂട്ടവകാശിയാണ്. ആമേൻ. നമുക്ക് ചർച്ചിനകത്തിരിക്കുമ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ അകത്ത് പറഞ്ഞു. ഞാൻ ആരാണ് ഒന്ന് പറഞ്ഞ? നീതിമാനാന്ന് പറഞ്ഞേ. എല്ലാ വായും തുറന്ന് പറഞ്ഞ. ബ്രസീൽ ഒന്ന് വാ തുറന്ന് പറഞ്ഞ്, ഞാൻ നീതിമാനാണ്.
എന്നെ ഒന്നിനും കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. യേശുവാണ് എന്നെ നീതീകരിച്ചത്. ആമേൻ. ഒരാളിലൂടെ പാപം, ആദമിലൂടെ പാപം വന്നു, എന്നാൽ യേശു ക്രിസ്തുവിലൂടെ നീതി എനിക്ക് കിട്ടി. ആമേൻ. ഒരാളുടെ പ്രവൃത്തി എല്ലാവരെയും ബാധിച്ചു. ആദം മാത്രം ചെയ്ത പ്രവൃത്തി മനുഷ്യരാശിയെ ബാധിച്ചെങ്കിൽ യേശു ക്രിസ്തുവിലൂടെയുള്ള നീതി എന്നെയും ബാധിക്കും. ആദാമിൻ്റെ അനുസരണക്കേട് പാപത്തെ കൊണ്ടുവന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അനുസരണം എങ്ങനെ അനുസരിച്ച് യേശു ക്രിസ്തു സിസ്റ്ററെ? ക്രൂശിലെ മരണത്തോളം അവൻ ആരായിരുന്നു? അനുസരണമുള്ളവനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദാമിൻ്റെ അനുസരണക്കേട് ആമേൻ അവനെ പാപം ഈ ഭൂമിയിൽ കൊണ്ടുവന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അനുസരണം നീതിയെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നു. ദൈവസഭ ഇന്ന് പകൽക്കാലം ഈ ബോധ്യത്തിനകത്ത് കയറണം. എന്തെങ്കിലും വന്നാൽ ഉടനെ ആ പ്രശ്നം കൊണ്ടാണോ? ഞാനിത് 100 ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാഞ്ഞത് കൊണ്ടാണോ? ആമേൻ. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ, ഞാൻ ചെറുപ്പത്തിലെ കാര്യം പറയാം, ബൈബിൾ വായിക്കാതെ പ്രാർത്ഥിക്കാതെ വൈകിട്ടത്തെ ആഹാരം തരത്തില്ലായിരുന്നു അമ്മയെ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? പ്രാർത്ഥിച്ചെന്ന് വരുത്തി തീർക്കും. ബൈബിൾ വായിച്ചെന്ന് ചെറുപ്പത്തിൽ. ആമേൻ. ഇന്ന് ബൈബിൾ വായിച്ചോ? വായിച്ചു. അല്ലെങ്കിൽ അടി കിട്ടാതിരിക്കാൻ. പ്രാർത്ഥിച്ചോ എന്തിന്? ആഹാരം കഴിക്കാൻ. അടി കിട്ടാതിരിക്കാൻ പ്രാർത്ഥിച്ചു. അടി കിട്ടാതിരിക്കാൻ ബൈബിൾ വായിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് 2-3 മാസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഇതൊരു ലൈസൻസ് അല്ല, ഒരു ദിവസം നീ ബൈബിൾ വായിച്ചില്ല എന്നും പറഞ്ഞ് നിന്നെ അടിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നേ. ഹല്ലേലൂയ. ഒരു ഞായറാഴ്ച വെള്ള ഷർട്ട് ഇട്ടില്ലെന്നും, ഇന്ന് ഞാൻ ചുമല ഇട്ടിരിക്കുന്നത്, അതിൻ്റെ പുറത്തോടെ ഒരു വെള്ള കോട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരു ഞായറാഴ്ച വെള്ളം ഇട്ടില്ലെന്നും പറഞ്ഞ് ഇന്ന് ജോമോന് സ്വർഗ്ഗം ഇല്ലെന്നും പറഞ്ഞ് വിടുന്നവനെ അല്ല ഞാൻ ആരാധിക്കുന്നേ. ഇതൊന്നുമല്ല എൻ്റെ വിഷയം. എൻ്റെ യേശു കർത്താവ് എനിക്ക് നൽകിയ നീതീകരണത്തെ അത് അനുഭവത്തിൽ കൊണ്ടുവരാൻ ഇന്ന് പകൽ ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹമാണെന്നും ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണെന്നും പറയാൻ പറ്റുന്നെങ്കിൽ ആ വായകളെല്ലാം തുറന്നു പറ, ക്രിസ്തുവിൽ എന്നെ ദൈവം നീതീകരിച്ചു. ആമേൻ. താങ്ക് യു ജീസസ്. നമ്മളപ്പം ഇപ്പം ഇതാരുടെ കൂട്ടമാ? നീതീകരിക്കപ്പെട്ടവരുടെ കൂട്ടമാ. പക്ഷേ പലപ്പോഴും, ഞാൻ ഒറ്റ വാക്കോടും പറഞ്ഞ് നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. പലപ്പോഴും സിസ്റ്റർ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഞാൻ നീതീകരിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് നിലനിൽക്കാതെ ഇപ്പോഴും ആദ്യത്തെ ആദാമിലുള്ളതെല്ലാം എൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും പറയും ഞാൻ ആരാണ്? പാപിയാണ്. പണ്ട് സാമുദായിക സഭയിൽ നിൽക്കുമ്പോൾ ആശീർവാദത്തിന് മുമ്പ് ബലിയർപ്പണം എല്ലാം കഴിഞ്ഞിട്ട് അവസാന നിമിഷം ഈ ബലിയർപ്പണത്തിൻ്റെ സമയത്ത് പുരോഹിതൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ ആദ്യം പറഞ്ഞൊരു വേടുണ്ട്, ഞാനോ ബലഹീനനും പാപിയുമായ ബോധ്യമില്ല. ഇന്ന് പകൽക്കാലം പറഞ്ഞേ, ഞാൻ ബലഹീനനായ ദാസനല്ല, ദൈവം എൻ്റെ മേൽ പാപത്തെ മാറ്റി. ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ചേർന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ചേർന്ന് പറഞ്ഞേ, ഇവിടുത്തെ ഒന്നിനും എന്നെ തൊടാൻ പറ്റത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഇവിടുത്തെ ഒന്നിനും എന്നെ തൊടാൻ പറ്റത്തില്ല. ഇവിടുത്തെ യാതൊരു ക്ലെയിമിനും എന്നെ തൊടാൻ പറ്റത്തില്ല. ഞാൻ എ ചൈൽഡ് ഓഫ് ഗോഡ്. ചേർന്ന് പറഞ്ഞേ, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. താങ്ക് യു ജീസസ്. ഇപ്പോഴും നമ്മളെ ബാധിക്കുന്നത് നിങ്ങൾ കേട്ടെ, പോകുന്ന വഴിയിൽ എനിക്കറിയാവുന്ന ഒത്തിരി പെന്തക്കോസ്തുകാരുണ്ട്. പോകുന്ന വഴിക്ക് ട്രാഫിക് കണ്ടാൽ പറയും പ്രാർത്ഥിക്കാതെ ഇറങ്ങിയിട്ടാന്ന് പറയും. പോകുന്ന വഴിക്ക് ട്രാഫിക് കണ്ട പ്രാർത്ഥിക്കാതെ ഇറങ്ങിയിട്ടാ. പണ്ടൊരാൾ പറഞ്ഞു, ആമേൻ, നിങ്ങളുടെ നേഴ്സിംഗ് ഹോമിലെ മാനേജർ ഭയങ്കരമായിട്ട് ചൂടായി. ഇന്ന് ബൈബിൾ വായിക്കാതെ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ അനാവശ്യമായ ബോണ്ടേജ് ഒന്നും വെക്കരുതെന്ന് പറഞ്ഞു. അനാവശ്യമായ ബോണ്ടേജ് ഒന്നും. ശലോമേ, നീ ബൈബിൾ വായിക്കാൻ ഇറങ്ങിയതിനാണോ നിന്റെ മാനേജർ നിന്റെ ദേഷ്യപ്പെട്ടെ?
ആണോ സിസ്റ്റർ? സിസ്റ്റർ ചിരിക്കുന്നുണ്ടല്ലോ. ആ, ഇന്ന് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയോണ്ട് ബ്രദർ, അയ്യോ അങ്ങനെയുള്ള ദൈവത്തെ നമ്മൾ എന്തിനാ ആരാധിക്കുന്നേ? അങ്ങനെയുള്ള ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമൊന്നുമില്ല. ആണോ? ഇപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് തടസ്സം ഉണ്ടാക്കുന്നത്, എൻ്റെ കാലെ മുള്ളു കൊള്ളിക്കുന്നത്, എന്നെ അടിച്ച് താഴെ ഇടുന്നത്, ജോമോൻ്റെ പ്രസംഗം അങ്ങനെയുള്ള പ്രസംഗമാണ് നിങ്ങൾ കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. വീണ്ടും വീണ്ടും നിങ്ങൾ ശിക്ഷാവിധിക്കകത്തേക്ക് നിങ്ങളെ കയറ്റിക്കൊണ്ട് പോകാതെ നീതീകരണത്തിനകത്തോട്ട് നിങ്ങൾ കയറുക. നീതീകരണത്തിനകത്തോട്ട് അത് യേശുക്രിസ്തു മാത്രം നമുക്ക് നൽകിയതാണ്. തൻ്റെ രക്തത്താൽ അവൻ നമ്മളെ നീതീകരിച്ചു. തൻ്റെ രക്തത്താൽ അവൻ നമ്മളെ നീതീകരിച്ചു. വീണ്ടും നമ്മൾ ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ. വീണ്ടും നമ്മൾ ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, എല്ലാ ഭയപ്പെടുത്തുന്ന ആത്മാവിൻ്റെ എല്ലാ ക്ലെയിമുകളും. എനിക്കറിയത്തില്ല, ഇന്ന് വാക്കിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകും. നിന്റെ മേൽ പിശാചിട്ടിരിക്കുന്ന സകല ലീഗൽ ക്ലെയിമുകളും ഇപ്പോൾ ഇവിടെ അവസാനിക്കട്ടെ. നിന്റെ വീടിൻ്റെ മേൽ, നിന്റെ വാഹനത്തിൻ്റെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ ജോലിയുടെ മേൽ പിശാച് പറഞ്ഞു വച്ചിരിക്കുന്ന ആദത്തിനകത്തുനിന്ന് വന്ന സകല ലീഗൽ ക്ലെയിമുകളും ആമേൻ ആമേൻ. എനിക്ക് സ്വാതന്ത്ര്യം ക്രിസ്തു നമുക്ക് പ്രദാനം ചെയ്തത് എന്നാന്നറിയോ ബ്രദറെ? സ്വാതന്ത്ര്യമാണ് തന്നത്, സ്വാതന്ത്ര്യം. ഇന്ന് പകൽക്കാലം ആ സ്വാതന്ത്ര്യത്തിനകത്ത് ഞാൻ ഭയങ്കരം എന്താ സ്വാതന്ത്ര്യം എനിക്കുണ്ട്, എനിക്ക് അതിഭയങ്കരമായ സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് പറയാൻ പറ്റുന്നവർ. ആദാമിൽ മരിച്ചുപോയി, ക്രിസ്തുവിൽ നീ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആദമിൽ നീ മരിച്ചവനായിരുന്നു, എന്നാൽ ക്രിസ്തുവേശുവിൽ നീ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്നാനപ്പെടുത്തുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ആദാമ പാപ പരിഹാരത്തിന് വേണ്ടി സ്വർലോക മഹിമകളെ വെടിഞ്ഞ് താഴെ ഭൂമിയിലേക്ക് വന്ന് യേശുവിനെ നീ സ്വീകരിക്കുന്നോ നല്ല ചോദിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ചേർന്ന് പറഞ്ഞ്, ആദാമിന്റെ കയ്യിൽ നിന്നും വന്ന സകല പാപത്തിന്റെയും ശാപത്തിന്റെയും കുരുക്കുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ആകട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചേ. നിന്നെ ദൈവം നീതീകരിച്ചതാണ്. കൊച്ചിനൊരു പനി വന്നാലുടനെ, ഭർത്താവിനൊരു വേദന വന്നാലുടനെ, നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലുടനെ നീ പറയുന്നത്, അയ്യോ ദൈവം എന്നെ ശിക്ഷിച്ചെന്ന്. അല്ലല്ല, ദൈവത്തിന് അങ്ങനെ ശിക്ഷിക്കാൻ പറ്റത്തില്ല പ്രിയരെ. ഞാനിത് ഇച്ചിരിയും കൂടെ അടുത്ത ദിവസങ്ങളിൽ വ്യക്തമായിട്ട് ഞാൻ പറയാം. നിന്നെ ദൈവം പുത്രത്വത്തിനകത്തേക്കാണ് വിളിച്ചത്. പറഞ്ഞേ, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, 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 ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. പിശാച് കേൾക്ക പറ, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. വെളിപ്പാടുള്ളവൻ പറ, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഓ, ഇനി ആദാമിന്റെ സകല കെണികളും പൊളിയട്ടെ, സകല കെണികൾ ഇവിടുന്ന് പൊളിയട്ടെ. ഒരു ഇംഗ്ലീഷ് പാട്ടല്ല, ഐ ആം എ ചൈൽഡ് ഓഫ്. താങ്ക് യു ജീസസ്, താങ്ക് യു. എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കരമായ ദൈവസാന്നിധ്യത്തെ ഇന്ന് പകൽ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയുന്നു. ആദാമിൽ നിന്നും നിന്റെ മേൽ വീണത് ക്രിസ്തുവിൽ അത് പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഇനിയും ആ അപകടത്തിന് നിന്നെ കൊല്ലാൻ പറ്റത്തില്ല. ഇനി ആ രോഗത്തിന് നിന്നെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഇനി ആ പ്രതിസന്ധിക്ക് നിന്റെ മേൽ വരാൻ പറ്റത്തില്ല. 6 കഷ്ടത്തിൽ നിന്നും ദൈവം നിന്നെ വിടുവിച്ചു. 7ാമത്തതിനകത്ത് ഒരു തിന്മയും തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. അവർ ഒരു വഴിയായി വരും, 7 വഴിയായി അവർ തിരിച്ചോടിപ്പോകും. ഇന്ന് പകൽക്കാലം ചേർന്ന് പറഞ്ഞു, നിന്നെ തൊടാൻ പറ്റത്തില്ല. ഞാനൊരു ചൈൽഡ് ഓഫ് ഗോഡാണ്, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ അവൻ്റെ മകനാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പിശാച് നിന്റെ ശരീരത്ത് കൊണ്ടുവച്ച സകല ലീഗൽ ക്ലെയിമുകളെയും ഇനി അത് ഒരിക്കൽ പോലും, എന്നോട് കർത്താവ് പറയുന്നു, പ്രസംഗം കേൾക്കുന്ന ഞായറാഴ്ച മാത്രമല്ല, ഒരിക്കൽ പോലും അതിനി നിന്നെ തുടരുത്. ഇന്ന് അതിനെ ജയിക്കണം. നീതീകരണം പ്രാപിച്ചവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ജയിക്കുക എന്നാ പറഞ്ഞ, ജയിക്കുക.
പഴയ നിയമത്തിലെ ഭക്തന്മാരെല്ലാം പ്രശ്നങ്ങളെ അവരെന്ത് ചെയ്തെന്നറിയാമോ? ജയിച്ചില്ല, അവരടക്കി. അടക്കി ജയിക്കുക, അത് രണ്ടും രണ്ടാ സിസ്റ്ററെ. എങ്ങനെ അടക്കുന്നറിയോ? അവർ വിശപ്പിനെ അടക്കി എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ആ ഭയങ്കര വിശപ്പിനെ എന്ത് ചെയ്തു? അടക്കി വെക്കുക. അടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതെന്ത് ചെയ്യും? പൊങ്ങി വരും. അടക്കിയാൽ അത് വീണ്ടും പൊങ്ങി വരും. പക്ഷെ നീ അതിനെ ജയിച്ചാൽ എനിക്കറിയത്തില്ല, ഒന്ന് പ്രാർത്ഥിച്ചേ. ഇതെത്ര പറഞ്ഞാലും യേശുവിലുള്ള നീതീകരണത്തിൻ്റെ പൂർണ്ണത കാണാതെ ഇത് നമ്മുടെ അകത്ത് എഫക്റ്റ് ആകത്തില്ല. പിശാച് അന്നേരം കൊണ്ടുവരും. ചിലപ്പോൾ 1 വർഷത്തേക്കിന് അടങ്ങിയിരിക്കും, 2 വർഷത്തേക്കിന് അടങ്ങിയിരിക്കും, 3 വർഷത്തേക്കിന് അടങ്ങിയിരിക്കും, 5 വർഷത്തേക്കിന് അടങ്ങിയിരിക്കും. 6ാമത്തെ വർഷം വീണ്ടും അത് പോകും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, യേശു ക്രിസ്തു നൽകിയ ജയം എന്ന് പറയുന്നത് 1 വർഷത്തെ, 5 വർഷത്തെ, 6 വർഷത്തെ അല്ല. നീ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് വന്നേ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് കമ്മ്യൂണിലേക്ക് പ്രവേശിക്കാൻ പോവാം. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവേ, ഇന്ന് പകൽ പ്രശ്നത്തെ ജയിക്കാൻ